ക്യാമ്പിൽ നിന്നും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഹമ്മദ് റാഷിദിലേക്ക് പോവുകയാണ്. മുഹമ്മദ് റാഷിദ്, ഇപ്പോൾ മേപ്പാടി ക്യാമ്പിലല്ലേ റാഷിദ് ഉള്ളത്? എന്താണ് ക്യാമ്പിലെ ഒരു അവസ്ഥ? അതെ ക്യാമ്പിലെ അവസ്ഥ പറയുകയാണെങ്കിൽ മാഡം, ഇപ്പോൾ നിലവിലൊരു 13 ദിവസമാണ് ക്യാമ്പിൽ താമസിക്കുന്നത്. ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇതുപോലൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ചില അടിസ്ഥാന സൗകര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. ഇപ്പോൾ അന്ന് തന്നെ ഒരു ആശങ്ക ഞാൻ പങ്കുവച്ചിരുന്നു. ഓരോ അടിസ്ഥാന സൗകര്യങ്ങളിൽ അതെ ബാത്റൂം പ്രശ്നങ്ങൾ, ബാത്റൂം, കുളിക്കാനുള്ള സൗകര്യം അതെല്ലാം ഇല്ല എന്ന് പറയുന്നു. അപ്പൊ അന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഇത് നമ്മൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. പരാതിയായിട്ടല്ല പറയുന്നത്, നമ്മൾ ഓരോ ദിവസം അതെ അങ്ങനെ ഇപ്പം നിലവിലെ ആവശ്യങ്ങളിൽ ഒരുപാട് അപാകതകളുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വസ്ത്രവും ഭക്ഷണവും മാത്രമാണ്. ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം പോരാ എന്നുള്ളത് ക്യാമ്പിൽ മൊത്തം ഉള്ളൊരു സംസാരമാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുളിക്കുവാൻ നല്ലൊരു വൃത്തിയുള്ള ഒരു ബാത്റൂം, സ്കൂളാണ്, അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. എന്നിരുന്നാലും കുറച്ചൊരു വിസ്തീർണമുള്ള ഒരു സ്ഥലമായിരിക്കണം നമുക്ക് കുളിക്കാനുള്ളൊരു നല്ലൊരു സ്ഥലം. അലക്കുവാനുള്ളത്, അലക്കാനുള്ള സൗകര്യം. ക്യാമ്പിൽ എൻ്റെ റൂമിൽ മാത്രം 12 പേരുണ്ട്. 2 കുടുംബങ്ങളായിട്ട് 3 കുടുംബം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് പോയി, 2 പേര് മറ്റു വാടക വീടുകളിലേക്ക് പോയിട്ടുണ്ട്. നിലവിൽ 12 പേര് എൻ്റെ റൂമിൽ തന്നെ ഉണ്ട്. ആ ഒരു ക്ലാസ് മുറിയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കിടക്കുന്നത്. അതുപോലെ അലക്കാനുള്ളൊരു സൗകര്യം നിലവിൽ ക്യാമ്പിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വസ്ത്രങ്ങൾ ഇട്ടതിന് ശേഷം ചിലപ്പോൾ 1-2 ദിവസങ്ങളിലായിട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അത് എടുത്ത് അവിടെ ഒരു ചാക്കിലായിട്ട് കൂട്ടമായിട്ട് വെക്കുകയല്ലാതെ മറ്റു അടുത്ത കുടുംബ വീടുകളൊക്കെ ഉള്ളവർക്ക് അവിടെ പോയിട്ട് അലക്കാനുള്ള സൗകര്യം ഉണ്ടാവും. പക്ഷെ അതില്ലാത്ത ആൾക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് ആ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് പിറ്റേ ദിവസത്തേക്ക് ധരിക്കാനുള്ള വസ്ത്രം ഈ ക്യാമ്പ് നമ്മളെ റൂമിൻ്റെ ചാർജുള്ളവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ചെറിയൊരു പ്രയാസം പോലെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു വസ്ത്രം ഇന്നലെ കിട്ടിയതല്ലേ അല്ലെങ്കിൽ മിന്നാന്ന് കിട്ടിയതല്ലേ എന്നുള്ള തരത്തിൽ അതെന്തുകൊണ്ട് നമുക്ക് അത്രത്തോളം അതപ്പതിച്ചിട്ടാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത് തന്നെ. കാരണം ഉടുവസ്ത്രത്തിന് ഇപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അന്ന് രാത്രി ഉരുൾപൊട്ടുന്ന ആ ദിവസം രാത്രി ഇട്ട മുണ്ടുകൊണ്ട് മാത്രം വന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു തുണി, ഒരു ടവൽ വാങ്ങാനുള്ള പൈസ പോലും ഞങ്ങൾ കയ്യിൽ നിന്നില്ല. അപ്പോൾ അവിടുന്ന് എത്രത്തോളം ഞങ്ങൾ മാനസിക പ്രയാസം അനുഭവിച്ചിട്ടാണ് ഇവർ ഓരോ വസ്ത്രം ചോദിക്കുന്നത് തന്നെ. ചോദിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ തന്നതല്ലേ എന്ന് പറയുന്നത് ആരാണ്? വോളണ്ടിയർമാരാണോ? അവിടെ ചുമതലയുള്ള ടീച്ചേഴ്സാണ് വരുന്നത്. അവരിങ്ങനെ ദിവസവും മാറി മാറി വരുന്നവരാണോ അതോ തുടക്കം മുതലേ നിങ്ങൾക്കൊപ്പമുള്ളവരാണോ? ഇല്ലല്ല, മാറി ഓരോ ദിവസം ഓരോ ടീച്ചേഴ്സിനാണ് ചാർജ്. 1-2 ദിവസങ്ങൾ ഓരോ ടീച്ചേഴ്സിനാണ് ചാർജ് ഉള്ളത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വസ്ത്രം അവർ കൊണ്ടു തരുന്നുണ്ട്. പക്ഷെ അതിൽ ചിലത് പഴകിയ വസ്ത്രങ്ങളായിരിക്കും, ആരെങ്കിലും ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരിക്കും. അല്ലെങ്കിൽ നല്ല വസ്ത്രവും ഉണ്ട്, അതിൽ വസ്ത്രങ്ങൾ നല്ലതില്ല എന്ന് പറയുന്നില്ല. പരാതിയായിട്ടല്ല പറയുന്നത്, ഇതൊരു നിർദ്ദേശമായിട്ട് ക്യാമ്പിൽ മൊത്തമുള്ളൊരു നിർദ്ദേശമാണ്. അതുപോലെ നമ്മൾ ഒരു ഷർട്ടും ഒരു മുണ്ടും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് കൊണ്ടുതരുന്നത് ചിലപ്പം നല്ല വലുതായിരിക്കാം, നമുക്ക് പാകമില്ലാത്ത ചെറുതുമായിരിക്കാം. അപ്പോൾ അത് മാറ്റണം എന്ന് പറയുമ്പോൾ ഇന്ന് മാറ്റാൻ കഴിയില്ല, അവിടെ തിരക്കാണ്, അതുകൊണ്ട് പിന്നെ നാളെ മാറ്റിത്തരാണ്. അപ്പോൾ അന്ന് നമ്മൾ പഴകിയ വസ്ത്രം തന്നെ ഇടുന്നുണ്ട്, തലേന്ന് ധരിച്ച അതേ വസ്ത്രം തന്നെ ഇടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോകെ ക്യാമ്പിൻ്റെ സ്വഭാവം വല്ല മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഞാൻ സർക്കാരിനോട് ഇപ്പോൾ മറ്റുള്ളവരോട് വെക്കുന്നൊരു ആവശ്യം എന്ന് വെച്ചാൽ, നമുക്ക് വസ്ത്രം ഇതൊന്നും ഒരു വിഷയമല്ല. എന്ന് വെച്ചാൽ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്നൊരു ഇതേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാടക വീട്, അങ്ങനെയുള്ള താൽക്കാലികമായ ഒരു പുനരധിവാസം എത്രയും പെട്ടെന്ന് തന്നെ നൽകി തരാന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 3 കുട്ടികളുള്ള, മൂത്ത കുട്ടിക്ക് 6 വയസ്സ്, പിന്നെ ഒരു 3 വയസ്സുകാരൻ, പിന്നെ 1.5 വയസ്സുകാരൻ. ആ 1.5 വയസ്സുകാരന് ഒരു ദിവസം ഒരു വസ്ത്രം മതിയോ മാഡം? ശരിക്കും ഒരു 2-3 വസ്ത്രം വേണ്ടി വരും. കാരണം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ മേത്താവും, പിന്നെ ഇതിൽ കൂടെ കൂടിക്കളിച്ച് അവർക്ക് മേത്തൊക്കെ ചളികളാവും. അപ്പോൾ ഒരു വസ്ത്രം തന്നതുകൊണ്ട്, ഒരു ദിവസം തന്നുകൊണ്ട് ആ കുട്ടിക്ക് തികയില്ല, അഴുകിയ വസ്ത്രം തയ്ക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ പാമ്പേഴ്സ് ധരിക്കാതെ ഇപ്പോൾ ഉരുളുപൊട്ടി വന്ന അന്ന് മുതൽ
ഇന്ന് വരെ പാമ്പേഴ്സ് ധരിക്കാതെ 1 മണിക്കൂർ ആ കുട്ടിനെ, എൻ്റെ കുട്ടിനെ മാത്രമല്ല എല്ലാവരും അവസ്ഥ വരുന്നത്, ആ റൂമിൽ കിടത്താൻ പറ്റില്ല. കാരണം നമ്മൾ മാത്രമുള്ള വീടുകളിലാകുമ്പോൾ നമുക്ക് അവരെ പിന്നെ പാമ്പേഴ്സ് ധരിക്കാതെ തന്നെ അഴിച്ചു വിടാം, കുഴപ്പമില്ല. അവർ പിന്നെ എവിടെ കാഷ്ടിച്ചാലും മൂത്രിച്ചാലും ഒക്കെ നമുക്കൊരു കുഴപ്പമില്ല. മറ്റു ഒപ്പമുള്ള പ്രായമുള്ളവരും പിന്നെ മറ്റുള്ളവരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു പിന്നെ അസ്വസ്ഥത ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളോട് നേരിട്ട് പറയില്ലെങ്കിലും അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ കുട്ടി അവിടെ കാഷ്ടിച്ചാലൊക്കെ അത് വാരാനും പ്രയാസം ആയിരിക്കും. അതുകൊണ്ട് പാമ്പേഴ്സ് ഊരുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. പാമ്പേഴ്സൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ കുട്ടീൻ്റെ ഇപ്പം തൊടയിൽ മൊത്തം അലർജിയാണ്. ചുവന്ന പാടുകളായിട്ട് ആ കുട്ടിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല. അത് കഴുകി കൊടുക്കാൻ പിന്നെ പോകുമ്പോൾ കുട്ടി കരയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ അടിസ്ഥാന സൗകര്യം, ഭക്ഷണം, വസ്ത്രം എന്നുള്ളത് മാത്രമാക്കി ചുരുക്കി കാണുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണിത്. ഒരുപാട് ആശങ്കകൾ പിന്നെ ഇതിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ പിന്നെ പറയൂ അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേറെ 1-2 ആശങ്കകൾ വരുന്നത്, നമ്മൾ ഈ പ്രദേശം മുണ്ടക്കൈ പ്രദേശത്ത് ഒരുപാട് പാടികളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒരു പേടി എന്ന് പറഞ്ഞാൽ ക്യാമ്പുകളിൽ ഇപ്പോൾ പൊതുവായൊരു സംസാരം അവർക്കൊരു പുനരധിവാസം ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം HML കമ്പനി ജോലിക്കാരാണ് അവർ, നിലവിൽ പാടിയിലാണ്. അതിൽ ചിലരെങ്കിലും അന്നാന്ന് കിട്ടുന്ന 450-400 രൂപ അതിൽ നിശ്ചിത തുക മാറ്റിവെച്ച് 5-10 സെന്റ് അവിടെ പിന്നെ വാങ്ങിയിട്ടുണ്ടാവും, മുണ്ടക്കായി വാങ്ങിയിട്ടുണ്ടാവും. അതിൽ ചിലർ തറപ്പണി തുടങ്ങിയിട്ടുണ്ട്, ചിലർ സ്ഥലം പിന്നെ മട്ടമാക്കിയിട്ടുണ്ട്, എന്താ വെച്ചാൽ വീട് പണി തുടങ്ങാൻ ചില സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആശങ്കയില്ല, കാരണം വീട് പോയിട്ടില്ല, അവർ പാടിലാണ് താമസം. അവർക്ക് പുനരധിവാസം ഉണ്ടാവുമോ? ആ പ്രഥമ പരിഗണന വീട് പോയവർക്കും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്കാണ്. അപ്പോൾ ഇവരത് ആരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് 5 സെന്റ് സ്ഥലവും അല്ലെങ്കിൽ ആ മുണ്ടക്കയിൽ പാടികൾ താമസിക്കുന്ന ആൾക്കാരും ആയിരിക്കും. അപ്പോൾ അവരൊക്കെ മൊത്തത്തിൽ ആശങ്കയാണ്. ഇതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ വിഷയം, ഈ ന്യൂസുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ വീട്ടിലാണെങ്കിൽ നമുക്ക് TV-യിൽ ഇതൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ആശങ്കകൾ നിറഞ്ഞ വളരെ ദുർഘടമായ ഒരു വീഴ്ചയിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. ആകെ നമുക്ക് മുമ്പോട്ട് വെക്കാനുള്ള ഒരു ആവശ്യം എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് താൽക്കാലിക പുനരധിവാസ മേഖലയിലേക്ക് ഞങ്ങൾ മാറ്റി താമസിപ്പിക്കണം എന്നുള്ളതാണ്.